welcome back to our channel Anouise here. ഞങ്ങളപ്പോൾ ഇന്ന് കന്യാകുമാരിയിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങ് ദൂരെ അപ്പൊ ഇന്നലെ വന്നാട്ടോ ഞങ്ങള്. അപ്പൊ കോട്ടാറ് വന്നതാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ കുറച്ച് പാട്ടായിട്ട് ഞാൻ ഒരു മൊട്ടാച്ച് പോലെ ഇട്ടേക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ ഫസ്റ്റ് ഇടാം. അപ്പൊ നമ്മള് ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ നമ്മള് ഇന്നലെ വന്നതാണ് കോട്ടാറ്. അപ്പൊ ഇന്ന് നമ്മള് രാവിലെ കന്യാകുമാരിയിലേക്ക് വന്ന ബസ്സിന് നമ്മൾ നടന്നുകൊണ്ടിരിക്കണുള്ളൂ അങ്ങോട്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുറെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ കാണിച്ചുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ അധികം വ്ലോഗ് ആഡ് ചെയ്യുന്നില്ല. കുറെ കുട്ടി വീഡിയോസും ഇതൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു ക്യൂട്ട് വീഡിയോ ആയിരിക്കും. അല്ല ഹേമക്ക് എന്താ പറയാനുള്ള? ഇഷ്ടമായോ കന്യാകുമാരി വന്നിട്ട്? എനിക്ക് ഈ പ്രാവശ്യം ഹൈ ആയിരുന്നു. പക്ഷെ നമ്മൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ മറ്റേ വിവേകാനന്ദ പാറയിൽ നമ്മൾ പോകുന്നില്ല. അന്ന് നമ്മുടെ കുറേ ടൈം വേസ്റ്റായി. അതുകൊണ്ട് തന്നെ ഇവര് കടയിലൊന്നും കയറാണ്ട് കുറേ സ്കിപ്പ് ചെയ്ത് പോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ കടയിൽ കൂടുതൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഈ പ്രാവശ്യം നമ്മുടെ കൂടെ റോളിന്റെ കസിനും ഉണ്ട് രഹ്ന. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഈ പ്രാവശ്യം? ഇഷ്ടപ്പെട്ടു. മറ്റേ വിവേകാനന്ദ പാറയിലേക്ക് പോകാനായിട്ടുള്ള ക്യൂ ആണിത്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 2-3 മണിക്കൂർ അങ്ങനെ പോയി. അപ്പൊ ഈ പ്രാവശ്യത്തില് പിന്നെ അമ്മയും കൂടിയുണ്ട്. അമ്മേ ഇഷ്ടപ്പെട്ടോ ഈ പ്രാവശ്യം കോട്ടാറ് വന്നിട്ട്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല സ്ഥലങ്ങളൊക്കെയാണ്. ഞങ്ങൾ ട്രെയിനിന് വന്നിട്ട് നമ്മ ആരും അങ്ങനെ ടയേർഡൊന്നും. റൂമിലെത്തി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കന്യാകുമാരിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഭയങ്കര ഒച്ചയും ബഹളമാണ്. അതാണ് ഒട്ടും സഹിക്കാൻ പറ്റില്ല. സൂപ്പറാണ്, ഇഷ്ടപ്പെട്ടു. അടുത്ത വർഷം വരും. അടുത്ത വർഷം ജീവനോടെ ഉണ്ടെങ്കിൽ വരുന്ന ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് തോന്നണില്ല. നടക്കും. അടുത്ത വർഷം അപ്പുറത്തേക്കത് പോകാൻ. ഈ പ്രാവശ്യം നമ്മൾ വിവേകാനന്ദനെ നമ്മൾ ഇവിടെ നിന്ന് കണ്ടിട്ടും പോകുന്നു. ഞങ്ങളുടെ മുസംബി ജ്യൂസ് എത്തി. എങ്ങനെയുണ്ട്? ഇവിടെ അമ്പലമുണ്ട്, പക്ഷെ നമുക്ക് കയറാൻ പറ്റില്ല ഈ അമ്പലത്തിൽ. അയ്യോ, ഇപ്പോ ശബരിമല സീസണായോടെ തന്നെ കുറേ അവരെ കാണാൻ പറ്റും, സ്വാമിമാരെ കാണാൻ പറ്റും. അവനെ നോക്കണമെന്നൊന്നും എല്ലാം വാങ്ങിക്കുന്നു, പക്ഷെ അവനൊന്നും വാങ്ങിക്കൂല. വെറുതെ നോട്ടം മാത്രമേ ഉള്ളൂ. ഫുൾ പ്രഹസനം. 10 രൂപ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. കുറേ ഐറ്റംസ് ഉണ്ടാവും. മാങ്ങ ഇപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അതൊന്നും കഴിക്കാം. അയ്യോ വാങ്ങിച്ചോ. സന്തോഷമായില്ല. അപ്പൊ അടുത്ത സ്ഥലത്ത് നമ്മള് വാട്ടർമെലൻ വാങ്ങിച്ചു. ഹയക്ക് വാട്ടർമെലൻ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങക്ക് മാങ്ങയും ഹയക്ക് വാട്ടർമെലനും എടുക്കാൻ വെച്ചാൽ അതിലുണ്ട്. ഇഷ്ടപ്പെട്ട കാര്യമുണ്ട്, വർഷത്തില നടക്കും. പപ്പട ഫ്രണ്ടാണ്. അപ്പൊ അവര് കണ്ട് അങ്ങനെ പരിചയങ്ങൾ പുതുക്കുകയാണ് ഗൈസ്.
ഭയങ്കര കാറ്റാണ് ഇവിടെ. ഇവിടെ കണ്ടില്ലേ ന്യൂലി കപ്പിൾസ് ആയിട്ടുള്ള രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. കണ്ടാ എന്നാണ് കല്യാണം കഴിഞ്ഞത്? ഈ അടുത്തിടെ തോന്നുന്നു. പക്ഷെ കാറ്റുണ്ട്. 28 കൊല്ലേ. പക്ഷെ കണ്ടാ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞോണ്ടിരിക്കുന്നു. ഹാപ്പിയാണല്ലേ? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മറ്റേ ശബരിമലയിലെ ആൾക്കാരാണ്. നമ്മളപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി സൈഡ് പിടിച്ച് പോയിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തില്ലെങ്കിൽ നമുക്കൊരു ഇതില്ല. പക്ഷെ ഇവിടെ ഭയങ്കര കാറ്റ് കണ്ടിട്ടേ, ഉപ്പ് കാറ്റും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റും. ഓ മൈ ഗോഡ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം നമ്മൾ കടലിലെ കളിച്ച് കരിഞ്ഞുണങ്ങി നമ്മളിപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. ഹയ്യ കണ്ടോ, ക്ഷീണിച്ച് അല്ലേ അമ്മ? ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. ഇനിയും നമുക്ക് അങ്ങോട്ടൊക്കെ കുറച്ചുകൂടിയൊക്കെ ഉണ്ട് നടക്കാനായിട്ടൊക്കെ. പക്ഷെ ഇവിടെ വന്നിട്ട് വിശപ്പില്ല, ഭയങ്കര ദാഹം, ഭയങ്കര ഒരുമാതിരി ക്ലൈമറ്റ് ആണല്ലോ. വെയിലും കാറ്റും ഉപ്പ് കാറ്റായോട്ടെ കരിഞ്ഞു. ഫുള്ള് കച്ചവടക്കാരാണ് ഡ്രസ്സൊക്കെ. ഞാൻ ഈ പാൻറ് കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിടക്കണായിരുന്നു. അപ്പം ഞാൻ ഇതൊരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിൻ്റെ ബ്ലാക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ബ്ലൂ, ഈ ഒരു ബ്ലൂ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമ്മളെ സ്വന്തം ആവശ്യത്തിനല്ല വാങ്ങിക്കുന്നത്. ഓരോ ആൾക്കാർക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള തിരക്കാണ് ഇവിടെ എല്ലാവർക്കും. അപ്പുറത്ത് വീട്ടിലുള്ള ആൾ കൊച്ചിന്, ഇപ്പുറത്ത് വീട്ടിലുള്ള കൊച്ചിന്, കസിന്, അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് നമ്മൾ കൂടുതൽ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല. അങ്ങനെ ഓരോരുത്തർക്കുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് മൊത്തം എന്താണ് പണ്ടത്തെ ടൈപ്പ് ഓഫ് മിഠായികളാണ് ഇതെല്ലാം. അമ്മ അപ്പം ഈ മിഠായി എടുത്തേ. ഇതൊക്കെ നമുക്ക് പണ്ട് 50 ദിവസമൊക്കെ കിട്ടായിരുന്നു കേട്ടോ ഈ മിഠായി. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇത് മിഠായി. ഇതെടുക്കായിരുന്നു 90s കിഡ്സ് കോയിൻ മിഠായി. കാണിച്ചാ ഇവിടെ ഹയ്യ ഉപ്പ് സോഡ കുടിക്കാണ് ഗൈസ്. പല പല എക്സ്പ്രഷൻസ്. നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് എത്തി കുറെ കഴിഞ്ഞിട്ടോ. ഞങ്ങളപ്പോൾ വന്നൊന്ന് ഫ്രഷ് ആയി പള്ളിയിലേക്ക് പോവാണ്. ഇവിടെ ബട്ടൂരയാണ് ഓർഡർ ചെയ്തത്. ബട്ടൂരയും മഷ്റൂം മസാലയും ഉണ്ട് ഓർഡർ ചെയ്തത്. ഇവരൊക്കെ സാധാ മസാലയും പൂരിയുമാണ്. നല്ല ഹൈറ്റും ഇതുണ്ട് കേട്ടോ, വലിയ പൂരിയാണ്. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഭയങ്കര വലിയൊരു ബട്ടൂരയാണ്. നമ്മൾ പൂരിയാണെന്ന് വിചാരിച്ചു, പക്ഷേ നമ്മളേക്കും ബട്ടൂരയാണ്. അതുപോലെ തന്നെ മഷ്റൂം മസാലയും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ വിചാരിച്ചതിൻ്റെ ഫ്ലേവർ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കഴിക്കട്ടെ. കഴിച്ചിട്ട്
ഇതവിടെ ഉണ്ടായിരുന്ന ഒരു ഗെയിമാണ് കേട്ടോ. ഇത് എന്തോ 30 സെക്കൻഡോ 50 സെക്കൻഡോ അങ്ങനെയൊക്കെ നിൽക്കണമെങ്കിൽ 1000 റുപ്പീസ് കിട്ടുന്ന ഒരു ഗെയിമായിരുന്നു. പക്ഷേ ആ കമ്പി ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്കിതിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ 100 രൂപ കൊടുക്കണമായിരുന്നു. പക്ഷെ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പറയുന്നത് കറങ്ങണമായിരുന്നു ആ കമ്പി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും നേരം പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 1000 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ 9:30 നമുക്ക് ട്രെയിൻ. അപ്പം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. എങ്ങനെയുണ്ട് മണം? നല്ല മണം. ബാത്റൂമിൻ്റെ അരികിൽ തന്നെ കൊണ്ട് നല്ല സ്മെല്ലാണ്. എല്ലാവരും മണം പിടിച്ച് ആകെ സീനായിക്കൊണ്ടിരിക്കണേണ്. ബാത്റൂം ഒട്ടും ക്ലീൻ അല്ലായിരുന്നു കേട്ടോ. ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.